ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇറ്റാലിയൻ പന്നക്കോത്ത ഫുഡിംഗ് കഴിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ആർക്ക് വേണേലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, നല്ല സിൽക്കി സ്മൂത്തി ആയിട്ടുള്ള തുടുതുട മിനുമിനുത്തിരിക്കുന്ന ഫുഡിങ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെറും 10 മിനിറ്റ് താഴെ സമയം മതി. വളരെ കുറഞ്ഞ 2-3 സാധനങ്ങളും മതി കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജലാറ്റിൻ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ജലാറ്റിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇത് 9 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് വേണേൽ ജലാറ്റിൻ പൗഡർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഗർ എന്നുള്ള പൗഡർ വേണേലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ബൗളിൽ ഈ ഷീറ്റ് ഇട്ട ശേഷം നേരെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ആദ്യം നമുക്കിനി ഒരു സോസ് പാൻ എടുക്കുക. പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ വിപ്പിംഗ് ക്രീം 250 ml, ഷുഗർ 50 ഗ്രാം, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂണ്. ആദ്യം നമ്മൾ സോസ് പാനിൻ്റെ അകത്തോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. അതിനകത്തോട്ട് ഷുഗറും ചേർത്തു, നമ്മുടെ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിനെ നമുക്ക് സ്റ്റൗവിലോട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇത് ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും ഇത് തിളച്ച് പോകരുത്. ശരിക്കും ബോയിലിംഗ് പോയിന്റിൽ എത്തുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കട്ടയൊന്നും പിടിക്കത്തില്ല, അതൊന്നും പേടിക്കണ്ട. ഇപ്പം ബോയിലിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ ജലാറ്റിന് നല്ല കുതിർന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൂടുതൽ ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത വിപ്പിംഗ് ക്രീമിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരത്തേക്കും അതിൻ്റെ അകത്തോട്ട് അലിഞ്ഞ് ചേർന്നോളും നല്ലോണക്ക്. ഇത് കണ്ടോ, ഇപ്പം നല്ലോണക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിക്സ്. ഇനി നമുക്കൊരു മോൾഡർ എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്നാ വേണേലും എടുക്കാം, ഓപ്ഷനിലാണ്. ഗ്ലാസ്സോ വൈൻ ഗ്ലാസ്സോ ഒരു ചെറിയ ബൗളോ എന്നതെടുത്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ക്രീമിനെ അതിനകത്തോട്ട് ഒഴിച്ചു വെക്കുക. ഒഴിച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് കുറഞ്ഞത് 4 മണിക്കൂറേലും വെക്കുക. നൈറ്റ് ഓവർ വെച്ചാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ബ്ലാക്ക്ബെറി ആണ് എടുത്തേക്കുന്നത്. ഇത് ഞങ്ങളുടെ ഗാർഡനിലുള്ളതാണ്. സ്ട്രോബെറി തീർന്നു പോയി. പിന്നെ ചെറി സിറപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് 2-3 മിൻറ്റിൻ്റെ ഇലയും കൂടെ എടുക്കാം. ഇത് 4 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതാണ് ചെറിയുടെ സിറപ്പ്, ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അത് ജസ്റ്റ് ചെറി ഷുഗറിനകത്തിട്ട് വേവിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പാത്രം ഉണ്ടായിരുന്നു, ഞാൻ വേറൊരു പാത്രം എടുത്തേക്കാണ്. അതിനെ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടി നേരെ പ്ലേറ്റിനകത്തോട്ട് ഇങ്ങനെ കമത്തി എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഈ മേളത്തെ ഇതിൻ്റെ ഈ അടപ്പ്, താഴത്തെ അടപ്പ് ഇങ്ങനെ പൊക്കിയെടുക്കാവുന്നതാണ്. അതങ്ങ് പൊക്കിയെടുക്കുമ്പോഴത്തേക്കും ആ പ്രഷറും കൊണ്ട് സംഗതി നമ്മുടെ പന്നക്കോത്ത നേരെ താഴെ പ്ലേറ്റിലോട്ട് വന്ന് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തട്ടുവോ മുട്ടുവോ ഒന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടോ റെഡി ആയിട്ട് നമ്മുടെ പ്ലേറ്റിനകത്ത് സംഗതി ഇരിക്കുക. അതുകൊണ്ടോ നല്ല തുളുമ്പുന്ന കണ്ടോ, നല്ല സിൽക്കി സോഫ്റ്റാണ്. അതുകൊണ്ടാണ് അത് അതുപോലെ ഇരിക്കുന്നത്. നല്ലോണം കുറച്ചേക്കുന്ന കേട്ടോ, നല്ലോണം നമുക്ക് കട്ട് ചെയ്യാം ഇഷ്ടത്തിന്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ചെറിയുടെ സിറപ്പ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. അത് ഞാൻ ഓർത്ത് ആ സ്റ്റാറിൻ്റെ മാത്രം കൊടുത്താൽ മതിയെന്ന്. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു, മൊത്തം വട്ടത്തിലൊഴിച്ചു. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മഞ്ഞ കളറുള്ള ജാമോ ചുമന്ന കളറുള്ളത് ഏതെങ്കിലും ഒരു ജാം മേടിച്ചിട്ട് അതിനെ ഇച്ചിരി ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ കളറൊക്കെ കിട്ടിക്കോളും. പിന്നെ ചെറിയും കൂടെ മേടിച്ചാൽ മതി, നല്ല കളറല്ലേ. ഇതുണ്ടോ, ഇതിനകത്ത് ആ കുരുവെല്ലാം ഉണ്ട്. കുരുവൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് 100% നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക്ബെറി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇത് കൂട്ട് നമുക്ക് 2-3 ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല രസമായില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇനി സ്ട്രോബെറിയോ ബ്ലൂബെറിയോ അവൈലബിലിറ്റി ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇതിനെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ മിൻറ്റിൻ്റെ 2 ലീഫ് കൂടെ വെക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മുറിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ മുഴുവൻ വേണേം തിന്നാം കേട്ടോ. ഒരു ശകല സിറപ്പും ശകല നമ്മുടെ ഫുഡിങ്ങിൻ്റെ ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, തുടാന്ന് തുടിക്കുന്നത് കണ്ടോ. കണ്ടാത്തൊന്നും അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്ന്, പക്ഷേ വെള്ളമൊന്നുമില്ല, നല്ലോണം കുറച്ചേക്ക് കാണാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ വിപ്പിംഗ് ക്രീം എടുത്ത് ഈ ഫുഡിങ്ങിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം പുതിയ വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.